ഹായ് അനദർ ഡേ അനദർ സാക്കിങ്. എൻസോ മെറസ്കയെ ചെൽസി സാക്ക് ചെയ്ത് ഏതാണ്ട് 4 ദിവസം പോലും ആയിട്ടില്ല. അതിൻ്റെ മുന്നേ നമുക്ക് അടുത്ത സാക്കിങ്ങിൻ്റെ ന്യൂസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റൂബൻ അമോറിമിനെ സാക്ക് ചെയ്തു എന്നുള്ള വാർത്തയാണ് ഇന്ന് വൈകുന്നേരം മുതൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പോൾ അമോറിമിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ റിജിഡായിട്ട് സാക്ഷാൽ പോപ്പ് വന്നാലും മാറ്റില്ല എന്ന് പറഞ്ഞ് 3-4-3 ഫോർമേഷനുമായി കളിപ്പിക്കുന്നതാണോ പ്രശ്നം, അല്ലെങ്കിൽ അത് മാത്രമാണോ പ്രശ്നം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഐ എം അശ്വത് ദേവൻ. ലെറ്റ്സ് അനലൈസ് സം ഫുട്ബോൾ. വെൽക്കം ടു ദേവ് അനലൈസ്. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെയധികം കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് കോമ്പറ്റീഷനായാലും പങ്കെടുക്കുന്ന എല്ലാ കോമ്പറ്റീഷനിലും വളരെയധികം കഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ എറിക് ടെൻ ഹാഗ് ആയിരുന്നു കോച്ച്. 1-2 കപ്പ് കോമ്പറ്റീഷനൊക്കെ ജയിച്ചു എന്നുള്ളതല്ലാതെ ഒരു സ്ഥിരത, ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ടാക്ടിക്കൽ ക്ലാരിറ്റി, ഈ പ്രശ്നങ്ങൾ ഇതൊന്നുമില്ല എന്നുള്ള പ്രശ്നവുമായിട്ടാണ് ടെൻ ഹാഗിൻ്റെ ഒരു മാനേജറിയൽ എറ നമ്മൾ കണ്ടത്. ഫാൻസ് എല്ലാം വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഈവൻ FA കപ്പ് അടിച്ചതിന് ശേഷമാണ് ഒരു സീസൺ കൂടി ടെൻ ഹാഗിന് നീട്ടി കൊടുക്കാം എന്ന് ക്ലബ്ബ് തീരുമാനിക്കുകയും അതിന് വേണ്ട പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ട് ആ സീസൺ കംപ്ലീറ്റ് ചെയ്തില്ല. നവംബറിൽ തന്നെ ടെൻ ഹാഗിനെ സാക്ക് ചെയ്തു. ടെൻ ഹാഗിൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പുള്ളിയുടെ ഒരു കണക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു, അവരാരും ക്ലിക്കാവുന്നില്ല. പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലുള്ള താരങ്ങളുമായിട്ടുണ്ടായ പ്രശ്നം, അങ്ങനെയുള്ള ഒരു കടുംപിടുത്തം എന്നുള്ള രീതിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, വളരെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു കോച്ചിങ്ങും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോയി. എല്ലാവരും, മാനേജ്മെന്റ് ആണെങ്കിലും പ്ലേയേഴ്സ് ആണെങ്കിലും ഫാൻസ് ആണെങ്കിലും മൊത്തത്തിൽ ഫ്രസ്ട്രേഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ആ സീസണിന്റെ പകുതിക്ക് വെച്ച് തന്നെ ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുന്നു. അപ്പോൾ ടെൻ ഹാഗിനെ സാക്ക് ചെയ്യുമ്പോൾ എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടത്? ദേ വർ വെരി ക്ലിയർ. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആ ഒരു കാര്യത്തിൽ വളരെ ക്ലാരിറ്റിയോട് കൂടിയാണ് തൊട്ടടുത്ത ദിവസം തന്നെ ആണ് അടുത്ത അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തത്. അവർക്ക് വേണ്ടത് ഒരു ടാക്ടിക്കൽ ക്ലാരിറ്റി ഉള്ള, വളരെ മോഡേൺ ആയിട്ടുള്ള, അത്യാവശ്യം അറ്റാക്ക് മൈൻഡഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ചരിസ്മാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ടോപ്പ് ക്വാളിറ്റി കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയുന്ന, യൂത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഒബ്വിയസ്ലി വിന്നിങ് ഓൾറെഡി നേടി, അതായത് വിക്ടറി അല്ലെങ്കിൽ ടൈറ്റിൽ അടിക്കുക, അതിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് കൂടിയുള്ള ഒരു മാനേജറിനെ ആയിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയത്. അതിനധികം കാലം അലയേണ്ടിയൊന്നും വന്നില്ല. കാരണം റൂബൻ അമോറിം സ്പോർട്ടിംഗ് ലിസ്ബൺ അവരെ അതിഗംഭീരമായ രീതിയിൽ ഫോമിൽ, ഈവൻ ഓൾമോസ്റ്റ് ഒരു ഇൻവിൻസിബിൾ സീസൺ എന്നുള്ള രീതിയിൽ തന്നെ കപ്പടിച്ച റൂബൻ അമോറിമിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. റൂബൻ അമോറിമിനെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നീക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ ഹയറിങ്ങും വരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ റൂബൻ അമോറിം മിഡ് സീസണാണ് വന്നത്, നവംബറിലാണ് വന്നതിന് ശേഷം ആദ്യം തന്നെ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു 3-4-3 എന്ന് പറയുന്ന ഫോർമേഷൻ ഉപയോഗിച്ചുള്ള ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അത് അപ്പം തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കി. പക്ഷേ ആ ഒരു സ്ക്വാഡ്, ആ ഒരു ഫോർമേഷന് തയ്യാറാണോ എന്നുള്ളത് നോക്കുന്നതിന് പകരം അത് ഓൾറെഡി വരുമ്പോൾ തന്നെ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനാണ് പുള്ളി ശ്രമിച്ചത്. മേ ബി ആ ഒരു ഹാഫ് സീസണേ ഉള്ളൂ കയ്യിൽ. അപ്പോൾ ആ ഒരു സ്റ്റൈൽ ഉപയോഗിച്ച് കളിച്ച് അതിൽ ആരൊക്കെ കളിക്കും എന്നുള്ളൊരു ക്ലാരിറ്റി വന്ന്, ആ ക്ലാരിറ്റിയുമായിട്ട് പിന്നെ അടുത്ത ട്രാൻസ്ഫർ സീസണിലേക്ക് പോവാം എന്നുള്ളൊരു ഐഡിയ ആയിരിക്കണം കാരണം. പക്ഷേ ഇപ്പോൾ ദിയോഗോ ഡാലറ്റോ അല്ലെങ്കിൽ ലൂക്ക് ഷോയോ പോലത്തെ പ്ലേയേഴ്സ് ഔട്ട് ഓഫ് പൊസിഷൻ കളിക്കേണ്ടി വന്നു. അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ എബിലിറ്റി വെച്ചുള്ള പൊസിഷനിലല്ല അവർ കളിക്കുന്നത്. പിന്നെ വിങ് ബാക്ക്, അപ്പോൾ 3-4-3 എന്ന് പറയുമ്പോൾ തന്നെ 2 വിങ് ബാക്സിൻ്റെ വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള അറ്റാക്ക് മൈൻഡഡ് വിങ് ബാക്സിൻ്റെ ആവശ്യമുണ്ടായിരുന്നു ആ ഒരു പ്രത്യേകതരം ഫോർമേഷൻ കളിപ്പിക്കണമെങ്കിൽ. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കയ്യിൽ സ്ക്വാഡിലാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ വിങ് ബാക്ക് ആയിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും അമോറിം ആ ഒരു ഫോർമേഷൻ തന്നെ ആയിട്ടാണ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത് ആ ഒരു സീസണിൽ. അപ്പോൾ അതിൻ്റെതായ പ്രശ്നം ആ ഫസ്റ്റ് സീസണിൽ വളരെ നല്ല രീതിയിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബാധിച്ചിട്ടുണ്ട്. ഈവൻ ആ ഒരു ബ്രീഫ് ഫ്യൂ മന്ത്സിൽ തന്നെ ഫാൻസ് എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. കാരണം എന്ത് പറഞ്ഞാലും പുള്ളി 3-4-3 എന്ന് മാറില്ല, അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എന്ന് മാറില്ല. റിസൾട്ട്സ് വരുന്നില്ല, പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു വാശിയിലാണ് റൂബൻ അമോറിം മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ആ സീസൺ എൻഡ് ചെയ്തത് വളരെ മോശമായ രീതിയിലാണ്. കാരണം ഫസ്റ്റ് സീസൺ 0 എന്നാണ് അമോറിം അതിനെ പറഞ്ഞത്.
സീസൺ 0 എന്ന് പറയുന്ന സീസണിൽ 0 ആയിട്ട് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തീർന്നതും. കാരണം ലീഗിൽ ഏറ്റവും അവരുടെ ഹിസ്റ്ററിയിൽ ഏറ്റവും വേസ്റ്റ് പൊസിഷൻ, 15ാമത് പൊസിഷൻ, ജസ്റ്റ് റെലഗേഷൻ അവോയ്ഡ് ചെയ്തു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തത് ആ സീസണിലാണ്. ലോവസ്റ്റ് പൊസിഷൻ, അതുപോലെ തന്നെ അപ്പോൾ മൊത്തത്തിൽ വളരെ മോശം. അതുപോലെ തന്നെ യൂറോപ്പ ലീഗ് ഫൈനലിൽ എത്തിയെങ്കിലും അവിടെയും ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് യൂറോപ്പ ലീഗ് ഫൈനൽ തോക്കേണ്ടി വന്നത്. കാരണം എഗെയിൻസ്റ്റ് കളിച്ചത് ടോട്ടനാമാണ്. കപ്പൊന്നും അടിച്ച് ഒരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു ടോട്ടനാം, ഒരിക്കലും കപ്പടിക്കില്ല എന്ന് വിചാരിക്കുന്ന ഒരു ടോട്ടനാം. അറ്റാക്കിങ്ങിൽ ഹൈലൈനും ഫുൾ പ്രസ്സും ആയിട്ട് വരുന്ന ആഞ്ചൽ പോസ്റ്റക്കോഗ്ലു. പക്ഷെ പുള്ളി വരെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി കുറച്ച് ഡിഫെൻസീവായിട്ട് കളിക്കാൻ അവിടെ തയ്യാറായി. പക്ഷേ റൂബൻ അമോറിം അവിടെയും തയ്യാറായില്ല. യൂറോപ്പ ലീഗും ഇല്ല, അടുത്ത സീസണിൽ യൂറോപ്പിലേ ഇല്ല എന്നുള്ളൊരവസ്ഥയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സീസൺ 0 തീർക്കേണ്ടി വന്നു. അപ്പോൾ സീസൺ 0 കഴിഞ്ഞു. ഇനി സീസൺ 1. എന്താണ് സീസൺ 1? അതായത് ഈ പറഞ്ഞ സീസൺ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2025-26 സീസൺ. സമ്മറിലുള്ള ട്രാൻസ്ഫർ വിൻഡോ ഉണ്ടായിരുന്നു. ആ വിൻഡോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലേയേഴ്സ് ലൈക്ക് സെസ്കോ, 74 മില്യൺ ആണ് സെസ്കോ വന്നത്. 60 മില്യൺ കൊടുത്തിട്ടുണ്ട് എംബുമോ, 62 മില്യൺ കൊടുത്തിട്ട് മത്തേസ് ക്യുന്യ, അതുപോലെ ഹേവൻ, അതുപോലെ പാട്രിക് ഡോർഗു. അങ്ങനെ ഒരു 5-6 സൈനിങ്സ് ഫോർ ഈ ഒരു പ്രത്യേകതരം സിസ്റ്റത്തിൽ കളിപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലേയേഴ്സിനെ, വിങ് ബാക്സിനെ കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ അറ്റാക്ക്, കംപ്ലീറ്റ് അറ്റാക്ക്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കംപ്ലീറ്റ് അറ്റാക്ക് മാറ്റി പണിയുന്നു. സെസ്കോ, കുഞ്ഞ, അതുപോലെ തന്നെ എംബോമോ ആയിട്ടുള്ള പുതിയ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് വരുന്നു. അപ്പോൾ മാനേജ്മെൻറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൂബൻ അമോറിമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ കണ്ടത്. മാത്രമല്ല അനാവശ്യമായ പ്ലേയേഴ്സിനെ എല്ലാവരെയും അവർ സെല്ല് ചെയ്തു, അല്ലെങ്കിൽ ലോണിൽ പറഞ്ഞു വിട്ടു. ഇപ്പോൾ സാൻജോ ആയിക്കോട്ടെ, റാഷ്ഫോർഡ് ആയിക്കോട്ടെ, അങ്ങനത്തെ പ്ലേയേഴ്സിനെയൊക്കെ ലോണിലും പറഞ്ഞു വിട്ട്. ഈവൻ ഒനാന, ഗോൾ കീപ്പറായ ഒനാനയെ മാറ്റി പുതിയ ഗോൾ കീപ്പർ വന്നു. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ അല്ലെങ്കിൽ റൂബൻ അമോറിമിനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാനേജ്മെൻറ്റ് ബാക്ക് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പക്ഷെ അപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ അമോറിമോ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ 3-4-3 അപ്പോഴും കംപ്ലീറ്റ്ലി സോളിഡായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കാരണം മിഡ്ഫീൽഡിൽ കളിക്കുന്നതാണെന്നുണ്ടെങ്കിൽ കസമിറോ അത്യാവശ്യം പ്രായമാണ്. പഴയ ഒരു മൊബിലിറ്റി, ആ ഒരു സ്പീഡ്, ആ ഒരു സ്റ്റാമിന അതൊന്നും കുറഞ്ഞു വരുന്നൊരു ടൈമാണ് ഇപ്പോൾ. പിന്നെ അതുപോലെ തന്നെ കസമിറോയുടെ കൂടെ കളിക്കുന്നത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ബ്രൂണോ ഫെർണാണ്ടസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി അറ്റാക്ക് മൈൻഡഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. അപ്പോൾ പ്ലെയർ തന്നെ നമ്പർ 10 പൊസിഷനിൽ കളിക്കേണ്ട പ്ലെയറിനെ 2 നമ്പർ 8 വെച്ചിട്ട് കളിക്കുമ്പോൾ ആ പ്ലെയറിൻ്റെയും ഒരു ഫുൾ പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ എന്നിരുന്നാലും പുള്ളിക്ക് വേണ്ട പ്ലേയേഴ്സിനെ മിഡ്ഫീൽഡിൽ കിട്ടിയില്ല എന്ന് അമോറിം പറഞ്ഞിരുന്നു. മിഡ്ഫീൽഡിലും അതുപോലെ തന്നെ ഡിഫൻസിലും. ഇപ്പോൾ ഹേവൻ മാത്രമാണ് ഡിഫൻസിൽ കാര്യമായിട്ടുള്ളൊരു അഡീഷൻ. പിന്നെ ഒബ്വിയസ്ലി മത്യാസ് ഡിലൈറ്റ് ഇപ്രാവശ്യം ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് അദ്ദേഹം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും മൊത്തത്തിലുള്ള സ്ക്വാഡ് ഇപ്പോഴും ആ 3-4-3യിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് എത്തിയിട്ടില്ല. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം. അത് ഒബ്വിയസ് ആണ്. കാരണം അത്രയും വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് മൊത്തം ഈ ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ടീം തന്നെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഓരോ കാര്യങ്ങളും മാറ്റി വരണമെങ്കിൽ സമയമെടുക്കും. അത് അമോറിം പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അതിനുശേഷം എന്തുണ്ടായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻറ്റ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു ലീഡ്സ് യുണൈറ്റഡിനായിട്ടുള്ള കളി കഴിഞ്ഞ 1-1 ഡ്രോ കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആ ഗെയിം കഴിഞ്ഞുള്ള പ്രസ് കോൺഫറൻസിൽ അമോറിം പറഞ്ഞ ഒരു വാക്ക്, അതാണ് പ്രശ്നം. പുള്ളി പറഞ്ഞത് ഐ ആം എ മാനേജർ നോട്ട് എ ഹെഡ് കോച്ച് എന്നുള്ളതാണ് പറഞ്ഞത്. പുള്ളി എന്താണ് മാനേജറും ഹെഡ് കോച്ചും തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ യൂറോപ്യൻ ഫുട്ബോളും മറ്റുമൊക്കെ കാണുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഹെഡ് കോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു ഫസ്റ്റ് ടീം, അതായത് മെയിൻ ടീം, ഏത് ലീഗാണോ കളിക്കുന്നത്, ഏതൊക്കെ കോമ്പറ്റീഷനാണോ കളിക്കുന്നത്, മെയിൻ ടീം, ആ ടീമിനെ കോച്ച് ചെയ്യുക, ആ ടീമിനെ റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കുക, ആ ടീമിനെ കപ്പടിപ്പിക്കുക. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പക്ഷേ ഒരു മാനേജർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു റോൾ, കുറച്ചും കൂടി ഒരു പവർ ആ ഒരു പൊസിഷനിൽ വരും. അപ്പോൾ ആ ഒരു ടീം ട്രെയിനിങ്, മാച്ച് പ്രിപ്പറേഷൻ, ടൂർണമെൻറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ്, സ്കൗട്ടിങ്, ട്രാൻസ്ഫേഴ്സ്, ഇതിലൊക്കെ ഒരു പ്രത്യേകതരം ഒരു റോള് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ പവർ ഉണ്ടാവുന്ന ഒരു പൊസിഷനാണ് മാനേജർ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അലക്സ് ഫെർഗൂസൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജർ ആയിരുന്നു. പുള്ളി ആയിരുന്നില്ല എപ്പോഴും ഫസ്റ്റ് ടീം ട്രെയിനിങ് നടത്തിയിരുന്നത്. അതിന് റെനെ മോയിലസ്റ്റിനോ അല്ലെങ്കിൽ കാർലോസ് കൊഡാരസ് പോലത്തെ കോച്ചസ് ഉണ്ടായിരുന്നു.
പക്ഷേ പുള്ളി ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈവൻ പ്ലേയേഴ്സിൻ്റെ ഡയറ്റ്, അവരുടെ ലഞ്ച് ടൈം, അവരുടെ ജിം വർക്ക്, അതുപോലെ തന്നെ മൊത്തം ട്രാൻസ്ഫേഴ്സ്, റിക്രൂട്ട്മെൻറ്റ്, യൂത്ത് ഡെവലപ്മെൻറ്റ്, പിന്നെ ട്രാൻസ്ഫർ പോളിസി, സിസ്റ്റം, സ്റ്റൈൽ ഓഫ് പ്ലേ, അതുപോലെ തന്നെ ഫാൻ എൻഗേജ്മെൻറ്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ, ഈവൻ പ്ലേയേഴ്സിൻ്റെ ഇപ്പോൾ കോൺട്രാക്ട് നെഗോഷിയേഷൻ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിൽ ഈ പറഞ്ഞ ഒരു പവർ ഡിസിഷൻ എടുക്കാൻ പവറുള്ള ഒരു പൊസിഷനാണ് മാനേജർ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ ഫുട്ബോളിൽ ഇപ്പോൾ എൻസോ മെറസ്കയെ കഴിഞ്ഞ പ്രാവശ്യം ചെൽസി കോച്ച് സാക്ക് ചെയ്യുമ്പോഴും ഈ ഒരു കാര്യം തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞു. ആ വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം. ജസ്റ്റ് ആ വീഡിയോയും കൂടി ഇതിൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. കാരണം മോഡേൺ ഫുട്ബോളിൽ ഇപ്പോൾ എല്ലാവരും മാനേജർ പൊസിഷൻ വളരെ കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി പെപ് ഗാർഡിയോള അറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി, അല്ലെങ്കിൽ ദിയേഗോ സിമിയോണി അറ്റ് അത്ലറ്റിക്കോ മാഡ്രിഡ്, ഇപ്പോൾ മേ ബി ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ മിക്കേൽ അർട്ടേറ്റ അറ്റ് ആർസണൽ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇപ്പോഴും മാനേജർ എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ പൊസിഷനും ഈ ഒരു പവർ, ഈ പറഞ്ഞ ഡിസിഷൻ മേക്കിംഗ് പവറിലെല്ലാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഡിസ്കഷൻ ചെയ്യുമ്പോൾ അതിലൊരു സേ ഉള്ളത്, ഒരു വാക്ക് പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇത്ര കുറച്ച് പേരേ ഉള്ളൂ. എൻസോ മെറസ്കയ്ക്കും അത് തന്നെയാണ് പ്രശ്നം. ട്രാൻസ്ഫേഴ്സിന്റെ കാര്യത്തിലും റിക്രൂട്ട്മെന്റിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ഇഞ്ചുറി പ്രിവെൻഷൻ അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യത്തിലൊന്നും പുള്ളിക്ക് അഭിപ്രായം പറയാനോ അല്ലെങ്കിൽ പുള്ളിന്റെ അഭിപ്രായം എടുക്കുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് പുള്ളിയും ഈ മാനേജ്മെന്റിനെ തുടക്കിയത്. ഇതേ കാര്യം തന്നെയാണ് അമോറിമിന്റെ കാര്യത്തിലും പറയുന്നത്. അമോറിം പറയുന്നത് ഈ കാര്യങ്ങളിലെല്ലാം എനിക്കും ഒരു പവർ വേണം, ഒരു ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളിലേക്ക് എന്റെയും പുള്ളിയും വരണം എന്നുള്ളതാണ്. കാരണം എന്നാലേ ഈ മൊത്തം സ്ക്വാഡ് ഡെവലപ്പ് ചെയ്യാനും അതുവഴി മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പെർഫോമൻസ് ബെറ്റർ ചെയ്യാനൊക്കെ കഴിയൂ എന്നുള്ളതാണ് അമോറിം പറയുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്തുള്ള എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും, പുതുതായിട്ട് വരുന്ന എല്ലാ ഫുട്ബോൾ ക്ലബ്ബുകളും, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മാനേജർ എന്ന് പറയുന്ന റോള് ഇല്ലാണ്ടാവുകയും ഫസ്റ്റ് ടീം ഹെഡ് കോച്ച് എന്നുള്ള റോളിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ മോഡേൺ ഫുട്ബോളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പുതിയ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാനേജേഴ്സിനെ നേരിടുന്ന ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിസൾട്ടുകൾ കറക്റ്റ് ആവുന്നില്ല, ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റി വരുന്നില്ല, അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്ലേ ശരിയാവുന്നില്ല. ഇപ്പോൾ ട്രാൻസ്ഫേഴ്സ് വന്ന ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സസ്കോ പോലത്തെ സ്ട്രൈക്കർ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് സ്ട്രൈക്കർ ആണെന്നാണ് ഫാൻസ് പറയുന്നത്. ആൻഡ് അത് റൈറ്റാണ്, കറക്റ്റാണ് കാര്യം. കാരണം ഗോളും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റിക്സ് എടുക്കുമ്പോൾ അതും ശരിയാണ്. അപ്പോൾ അങ്ങനെ പെർഫോമൻസും ഓൺ ദ പിച്ച് കാര്യങ്ങൾ വളരെ മോശമായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ബോർഡിനെയായിട്ടും മാനേജ്മെന്റിനെയായിട്ടും ഉടക്കുന്ന രീതിയിലുള്ള സംസാരം വന്നു കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്കൊരു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗ്ലാസും ബ്രേക്ക് ചെയ്തു. ഗ്ലാസ് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ട്രസ്റ്റും കമ്മ്യൂണിക്കേഷൻ എല്ലാം ബ്രേക്കായി. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്നുള്ള ആ ഒരു സാക്കിങ് എന്ന് പറയുന്ന ഒരു ന്യൂസ് വന്നത്. അപ്പോൾ ഇതാണ് ഉള്ള അവസ്ഥ ഇപ്പോൾ സംഭവിച്ചത്. എന്തുകൊണ്ട് പെട്ടെന്ന് റൂബൻ അമോറിമിനെ, കാരണം ട്രാൻസ്ഫർ സീസണിൽ അദ്ദേഹത്തെ ബാക്ക് ചെയ്തു ക്ലബ്ബ് മാനേജ്മെന്റ്. അതിനുശേഷം ലീഗ് പൊസിഷൻ ഇപ്പോൾ നമ്പർ 6 പൊസിഷനിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നിൽക്കുന്നത്. ഇറ്റ്സ് നോട്ട് ബാഡ്. അത്ര മോശം പൊസിഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്തായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, എവിടെയായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കഴിഞ്ഞ സീസണുകളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ അവിടുന്ന് എവിടം വരെ എത്തി എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ ദർ ഈസ് ഡെവലപ്മെന്റ്. കുറച്ചൊക്കെ ബെറ്ററായി വരുന്നുണ്ട് കളിയാണെങ്കിലും. ഇപ്പോൾ ഈവൻ ചെൽസിനെ തോൽപ്പിച്ചു 2-1. അത് എനിക്കും വലിയ താല്പര്യമുള്ള കാര്യമില്ല, പക്ഷേ ഓക്കെ, ദാറ്റ്സ് ദാറ്റ്. പിന്നെ ബ്രാൻഫോർഡിനെ 3-1 അടിച്ചു. അങ്ങനെ പെർഫോമൻസും 1-2 കളികളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ലീഗ് കപ്പ് നിന്ന് പുറത്തായി, ഗ്രിംസ്മി ടൗണുമായിട്ട് തോറ്റ് ലീഗ് കപ്പ് നിന്ന് പുറത്തായി. ഇറ്റ്സ് അപ്പ് ആൻഡ് ഡൗൺ. ചില കളികൾ ഓക്കെയാണ്, ചില കളികൾ ഓക്കെ അല്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ഓൺ ദ പിച്ച് പെർഫോമൻസിന്റെ കാരണം കൊണ്ട് മാത്രമല്ല, ഈ ഒരു പ്രധാനമായിട്ടും ആ ഓഫ് ദ പിച്ച് ഉണ്ടായിട്ടുള്ള ഈ സംസാരങ്ങളും കാര്യങ്ങളും ആണ്. അല്ലെങ്കിൽ ഈ ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയാൻ പറ്റില്ല. ആ ഒരു നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു ഫുൾ പവർ കിട്ടുന്നില്ല എന്നുള്ളതും പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സാക്കിങ് പെട്ടെന്നാവാനുള്ള കാരണം. സോ ബിഫോർ വി എൻഡ് ദ വീഡിയോ, നമ്മൾ വീഡിയോ നിർത്തുന്നതിന് മുന്നേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് കൂടി ഒരു 2 വാക്ക് സംസാരിച്ചിട്ട് നിർത്താം. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ അമോറിമിനെ സാക്ക് ചെയ്തു. അതുകൊണ്ട് കാര്യങ്ങൾ ശരിയാവുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അതൊന്നും ശരിയാവാൻ പോകുന്ന കാര്യമില്ല. കാരണം അത് ഒരു കാരണമാണ്. ഓൺ ദ പിച്ച് പെർഫോമൻസ് ശരിയല്ല എന്നുള്ളതും റിക്രൂട്ട്മെന്റ്, ഇതിൽ മെയിനായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇനിയോസ് വന്നതിന് ശേഷം അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ടു ദ കോർ ഇപ്പോഴും ടച്ച് ചെയ്തിട്ടില്ല. അവിടെ ഇപ്പോഴും ക്ലബിൻ്റെ എൻവിറോൺമെൻറ്റും കാര്യങ്ങളും ശരിയല്ല. അപ്പോൾ ആ എൻവിറോൺമെൻറ്റ് കാര്യങ്ങൾ ശരിയാക്കുക. അതുപോലെ അവരുടെ മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ, ഫെസിലിറ്റി, ഇങ്ങനെ ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഒരുപാട് ഇപ്പോഴും ഒരു ടോപ്പ് ലെവൽ ക്ലബിൻ്റെ ആ ഒരു ഗ്ലിറ്റോ ഗ്ലാമറോ അല്ലെങ്കിൽ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഒരു
ഇതില്ലാതെ ആണ് ഇപ്പോഴും ക്ലബ്ബ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുണ്ട്. ഇനിയിപ്പോൾ കോച്ചിനെ മാറ്റിയാൽ തന്നെ ഇപ്പോൾ ഉള്ള സ്ക്വാഡ് എന്ന് പറയുന്നത്, പുതിയൊരു കോച്ച് വന്നു കഴിഞ്ഞാൽ ആ കോച്ചിന് വീണ്ടും ഇപ്പോൾ ഉണ്ടായിരുന്ന സ്ക്വാഡിനെ ഒരുപാട് മാറ്റി പണിയേണ്ടി വരും. അപ്പോൾ അതിനൊരു ട്രാൻസ്ഫർ സീസൺ പോരാ. കാരണം എസ്പെഷ്യലി FFP കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരൊറ്റ ട്രാൻസ്ഫർ സീസൺ കൊണ്ടൊന്നും ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിൽ നിന്ന് മറ്റൊരു സ്റ്റൈൽ ഓഫ് പ്ലേയിലേക്ക് കാര്യങ്ങൾ മാറില്ല. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. ഒരുപാട് പൊസിഷൻ ഇപ്പോഴും ഇപ്പോൾ മിഡ്ഫീൽഡ് ആണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് ഗുഡ്. അത്രയും പ്രോപ്പർ ആയിട്ടുള്ളൊരു മിഡ്ഫീൽഡ്, ഇപ്പോൾ 2 മിഡ്ഫീൽഡ് ആണോ 3 മിഡ്ഫീൽഡ് ആണോ എത്രയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട ക്വാളിറ്റി പ്ലേയേഴ്സ് അവിടെ ഉണ്ടോ, ഡിഫൻസിൽ ക്വാളിറ്റി പ്ലേയേഴ്സ് ഉണ്ടോ, ഇപ്പോൾ അറ്റാക്കിലാണെന്നുണ്ടെങ്കിൽ സെസ്കോയെ പോലത്തെ സ്ട്രൈക്കർ മതിയോ, ഗോൾ കീപ്പർ പൊസിഷൻ ഈസ് ഇറ്റ് ഇനഫ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു മൊത്തം സ്ക്വാഡ് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ ഒരുപാട് സമയം വരും. അപ്പോൾ ഇറ്റ് ടേക്സ് ടൈം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ അമോറിമിനെ സാക്ക് ചെയ്തുകൊണ്ട് മാത്രം പെട്ടെന്ന് റിസൾട്ട് ഒന്നും മാറാനൊന്നും പോകുന്നില്ല. ബട്ട് അതും ഒരു കാര്യമാണ്. ഐ മീൻ ടാക്ടിക്കലി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു കോച്ച്. പക്ഷേ അങ്ങനത്തെ കോച്ച് ഇനി എത്ര പേരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആരൊക്കെയാണ് ഇപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയിട്ട് കാണാനുള്ളത്? ഇപ്പോൾ പറയുന്നത് പേരുകൾ എന്ന് പറയുന്നത് സൗത്ത് ഗേറ്റ്, സിനദിൻ സിദ്ധാൻ, അതുപോലെ ഗ്ലാസ്നർ, ഇങ്ങനത്തെ പേരുകളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ ഉനെ എംറി, പൊച്ചറ്റിനോ പോലത്തെ. പക്ഷേ ഇതിലിപ്പോൾ പൊച്ചറ്റിനോ ഓൾറെഡി വേൾഡ് കപ്പും കാര്യങ്ങളുമായിട്ട് USA ടീമിനെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉനെ എംറി അത്യാവശ്യം നല്ല രീതിയിൽ ആസ്റ്റൺ വില്ലിനെ കോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ടോപ്പ് 4 പൊസിഷനിൽ ആണ് അവരുള്ളത്. അപ്പോൾ അവിടുന്ന് അദ്ദേഹം മാറുമോ എന്നുള്ള ചോദ്യമുണ്ട്. പിന്നെ ഗരത് സൗത്ത് ഗേറ്റിനെയൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഫാൻസ് എങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നുള്ളത് കാര്യമാണോ? കാരണം ഇംഗ്ലണ്ടിൻ്റെ കോച്ചായിട്ട് തന്നെ ഈവൻ റിസൾട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെയും സ്റ്റൈൽ ഓഫ് പ്ലേ തന്നെയാണ് അവിടെയും ഈ പറയുന്ന ഫാൻസ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഫാൻസിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുന്നു. വളരെ ഒന്ന് റിജിഡാണ്, 2 ബോറിംഗ് ആണ്. അപ്പോൾ സൗത്ത് ഗേറ്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഫാൻസിൻ്റെ സപ്പോർട്ട് കിട്ടുമോ എന്നുള്ളത് അറിയില്ല. പിന്നെയുള്ളത് ഒലിവർ ഗ്ലാസ്നർ, അതായത് ക്രിസ്റ്റൽ പാലസിന്റെ കോച്ച്. പുള്ളിയും ഏതാണ്ട് ഈ 3-4-3 ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ പുള്ളിന്റെ ഒരു സ്റ്റൈൽ ഓഫ് അപ്രോച്ച് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് പ്ലേ കുറച്ച് വ്യത്യസ്തമാണ്. പക്ഷേ അഗെയിൻ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേയിൽ കളിക്കാനുള്ള മിഡ്ഫീൽഡ് യുണൈറ്റഡിനുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അഗെയിൻ ആ മിഡ്ഫീൽഡൊക്കെ ഒന്ന് റിവാമ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ടേക്സ് ടൈം. ലെറ്റ്സ് സീ ആരാണ് പുതിയ കോച്ചായി വരുന്നത്. ആ കോച്ച് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ആ കോച്ചിന് ഈ പറഞ്ഞ പോലെ ഐ ആം എ മാനേജർ നോട്ട് എ ഹെഡ് കോച്ച് എന്നുള്ള രീതിയിൽ ആ ഒരു മാനേജർ പൊസിഷൻ കൊടുക്കൂ, അത്രയും ഒരു കാര്യങ്ങൾ പവർ കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കി കാണേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ. സോ ഈ വീഡിയോയിൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഇനി ഒത്തിരി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ്.